യാത്രയിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരേ മനസ്സുള്ളവരായിരിക്കും ഇത്ര ചുറ്റുപാടും ഇരിക്കുന്നവർ. അവരും പല പ്രശ്നങ്ങളിൽ നിന്നും പല കാഴ്ചപ്പാടും ഉള്ളവരായിരിക്കും. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന രീതിയിൽ അവർ ചിന്തിക്കണമെന്ന് നമ്മൾ ഒരിക്കലും പിടിവാശി കാണിക്കരുത്. നമ്മളെപ്പോഴാണ് എങ്ങനെയാണോ ആ ഒരു ഫ്ലോയിൽ അങ്ങ് പോവുക. നമ്മൾ എങ്ങോട്ടാണോ ലക്ഷ്യം വെച്ച് പോകുന്നത് ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ നോക്കുക. ഫ്രണ്ട് സർക്കിളിൽ ആയിരുന്നെങ്കിൽ കൂടി ഞാൻ ഇന്നും അവരുടെ ആവശ്യത്തിന് വേണ്ടിയും അല്ലെ അവർ പറയുന്ന കാര്യത്തിന് വേണ്ടിയും എല്ലാത്തിനും മുന്നിട്ട് നിന്ന് നടന്നതിന് ഒരുത്തനായിരുന്നു. ഞാൻ അല്ലേ എൻ്റെ ജീവിതത്തെ പറ്റിയോ അല്ലെ എൻ്റെ ഫാമിലിയെ പറ്റിയോ ഈ സ്നേഹം എവിടെ കൊടുക്കണമെന്നറിയാണ്ട് എല്ലായിടും വാരി വിതറി കൊടുത്തു കഴിയുമ്പം അവസാനം നമുക്കൊന്നും കാണില്ലാതെ പറ്റും. ആ അവസ്ഥയായിരുന്നു കോളേജ് ലൈഫ് എനിക്ക് പറ്റിയത്. എൻ്റെ പ്രശ്നങ്ങൾ വന്നപ്പോഴെല്ലാം അമ്മയുടെ ഞാൻ കാര്യങ്ങളൊന്നും തുറന്നു പറഞ്ഞു, നിനക്ക് നല്ല രീതിയാണെന്ന് തോന്നുന്നത് നീ ചെയ്യുക, ഇനിയെങ്കിലും ജീവിച്ച് കാണിക്കാൻ പറഞ്ഞു. ജീവിച്ച് കാണിക്കുക, തോക്കും എന്ന് വിലയേറ്റെത്തിയവരുടെ മുന്നിൽ ജീവിച്ച് കാണിക്കാനുള്ള വാശിയൊന്നുമുണ്ട് എനിക്ക്. വീട്ടുകാരെ നിർബന്ധിച്ചിട്ടാണ് ഞാൻ ഡിഗ്രി എടുത്തത്. അപ്പം ആ സമയത്ത് എനിക്ക് മെഡിക്കൽ ഫീൽഡിനോട്ട് താല്പര്യം ഉണ്ടായിരുന്നു. പിന്നെ വീട്ടുകാർ പറയുന്നതിന് അപ്പുറം നമുക്ക് ആ സമയത്ത് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ പിന്നെ വീട്ടുകാർ പറഞ്ഞ പോലെ ഡിഗ്രി കംപ്ലീറ്റ് ആക്കി. ഞാൻ ഓൾറെഡി ഡിഗ്രി കഴിഞ്ഞിട്ട് എന്തിലേക്ക് പോകണം അല്ലെങ്കിൽ ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ എടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ വന്ന സമയത്താണ് ഇൻസ്റ്റാഗ്രാമിൽ ഒരു ആഡ് കണ്ടിട്ട് ക്യാമറ സ്പാർക്കിനെ പറ്റി കൂടുതൽ അറിയുന്നത്. അപ്പം എനിക്ക് നോക്കിയപ്പോൾ മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂഷനെക്കാട്ടിലും ഫീസും ഇവിടെ കുറവാണ്. പക്ഷേ എങ്കിൽ കൂടിയും ഫീസ് കുറവാണെങ്കിലും പഠിച്ചിറങ്ങി കഴിഞ്ഞ വിദ്യാർത്ഥികളെല്ലാം പ്ലേസ്മെൻ്റ് ആയിട്ടുണ്ട്. അതെന്നെ കൂടുതൽ ആകർഷിക്കുകയാണ് ഉണ്ടായത്. വീട്ടുകാർ നിർബന്ധിച്ചല്ല ഞാൻ ഈ കോഴ്സ് തിരഞ്ഞെടുത്തത്, എൻ്റെ സ്വയം ഇഷ്ടപ്രകാരമാണ്. അന്നും ഇന്നും എനിക്ക് വീട്ടുകാർ സപ്പോർട്ടാണ്. നിങ്ങൾക്ക് ചെയ്യാൻ തോന്നുന്ന കാര്യം ചെയ്യുക, അതിലൊരു ഫ്യൂച്ചർ കണ്ടെത്താൻ അവർ എന്നെ നിർബന്ധിച്ചിട്ടുള്ളൂ. ഇതൊരു തുടക്കം മാത്രമാണ്. തീർച്ചയായും ഇതിൽ മെച്ചപ്പെട്ടൊരു കരിയർ ഉണ്ടാക്കുന്ന ഒരു വിശ്വാസം എനിക്കുണ്ട്. ഉറപ്പായിട്ടും ഉണ്ടാക്കിയിരിക്കും.